ഇതേപോലെ ആയിട്ട് നല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കൊള്ളി കൊണ്ടുള്ള ഒരു വിഭവമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങി നമ്മൾ ഒരു കൊള്ളി പറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ സ്വയം വെച്ചുണ്ടാക്കുന്ന കുറേ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ യൂണിക് ഫാമിലി ചാനലിലുണ്ട് കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ കൊള്ളിപ്പുട്ടും അതേപോലെ തന്നെ ഒരു ബീഫ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നോക്കിയാൽ നമ്മള് കൊള്ളിക്ക് നന്നാക്കി ഇതിൻ്റെ ഉള്ളിലത്തെ ഞാരുണ്ടല്ലോ അതൊക്കെ കളഞ്ഞത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ചെറുകണ സംഭവം ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാനിതാ ഇവിടെ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെറുക്കി എടുക്കാം കേട്ടാ. അപ്പൊ ഞാനൊരു മീഡിയം വലിപ്പമുള്ളതിലാണ് ആക്കണത്. നോക്കിയേ ഇതേപോലെ കിട്ടും നമുക്ക് കണ്ട. അപ്പൊ ഇതെല്ലാം ഇതേപോലെ തന്നെ ചെറുകിയെടുക്കട്ടെ കേട്ടാ. നോക്കിയേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു പാത്രമായിട്ടത്, പാത്രമല്ല ഈ ചെറുക. കാരണം നമുക്ക് കണ്ടപ്പോ ഇത്രയും കൂടുതലായതിനു ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതി. പുറത്തേക്കൊന്നും പോവാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ നോക്കിയേ നമ്മുടെ കൊള്ളിതാ നമ്മളിങ്ങനെ ചെരുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടെ. നമുക്ക് ആവശ്യത്തിന് തോന്നണ ഒരു അത്രയായിട്ട്. അപ്പൊ നമ്മളൊരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്കാട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ കൈകൊണ്ട് നന്നായിട്ട് ഇതാ എല്ലായിടത്തേക്കും ഉപ്പിന്റെ ഒരു അംശം ചെല്ലണ പോലെ ഒന്ന് ആക്കിയിട്ട് വെക്കാട്ടാ. ഉപ്പ് എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നമ്മളിതാ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് വെക്കാട്ടാ. ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ബീഫിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. നമുക്കുണ്ടല്ലോ ഇതാ ബീഫ് റെഡിയാക്കാൻ വേണ്ടി ഇതാ തീ കത്തിച്ച് നമ്മളൊരു കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടാ. ഈ കുക്കർ ഒന്ന് ചൂടാവട്ടെ. കുക്കർ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇതൊരു 6 ടീസ്പൂണിന്റെ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മള് ഒരു ഇത്തിരി ഉള്ള കേട്ടാ ഒരു 12 മണിയുടെ അവിടേക്കുണ്ടാവും നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചെറുതായിട്ട് എന്താ പൊട്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയ പെരിഞ്ചീരക കേട്ടാ, അതൊരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 2 ഗ്രാമ്പു, അതേപോലത്തെ ചെറിയൊരു 3-4 ചെറിയതേ കാരണം കേട്ടാ 3-4 കഷ്ണം കണ്ട നമ്മുടെ കറുകപ്പട്ട. ഇതെല്ലാം എന്താ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കി 2 മീഡിയം വലിപ്പമുള്ള സബോള കേട്ടാ, കനം കുറച്ചരിഞ്ഞത് അതിട്ട് കൊടുക്കും. നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമുക്ക് ഇതാക്കി എടുക്കണം കേട്ടാ. ഉലുവയ്ക്ക് ഇടുമ്പോഴേ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടാ. നോക്കി നോക്കിയോളൂ കേട്ടാ. അധികം ആവരുത്. ആ പറഞ്ഞ പോലെ തന്നെ ഒരു 10-12 മണി. നമ്മുടെ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കി ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. കറിവേപ്പില കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. കറിവേപ്പില കൂടുന്തോറും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടാ കറിയില്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ സമയത്ത് തീ കുറവിലാണ് വെച്ച് നോക്കണത്. മുളക് പൊടി ഇതാ 2 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മല്ലിപ്പൊടി നോക്കിയേ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ടാ. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമുക്കറിയാം എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളർ കിട്ടാനും അതേപോലെ കൊഴുപ്പൊക്കെ കൂടും. അപ്പൊ ഞാനിതാ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമുക്ക് മഞ്ഞപ്പൊടി നോക്കിയാൽ 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി എന്താ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോണ വരുതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ആ പച്ചക്കുത്തൊക്കെ ഇതാ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടാ. ഗരം മസാല നോക്കിയേ നല്ലോണം ഇതാ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമ്മളിതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഇതിലിപ്പോ ഇഞ്ചി പേസ്റ്റ് പറയുകയാണെങ്കിൽ 3 ടീസ്പൂൺ, പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം, അതേപോലെ തന്നെ വെളുത്തുള്ളി 2 തുടം, പിന്നെ ഒരു 8 കതിര് വേപ്പില. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാട്ടാ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ കുറവിൽ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയെ പിടിക്കും. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ പച്ചക്കുത്ത് പോയിട്ടുണ്ട് കേട്ടാ. കണ്ട കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ 3 സബോള നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറവിൽ തന്നെ വെച്ചോളൂ കേട്ടാ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് വഴറ്റി കൊടുത്തപ്പോൾ നോക്കിയാൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഇതാ തക്കാളി അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 തക്കാളി ആയിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഒക്കെ ഇട്ടിട്ട് ഏതാണ്ട് ഒരു 1 മിനിറ്റ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ. തക്കാളിയൊക്കെ ഇട്ട് നോക്കിയേ നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് 1.5 കിലോ ബീഫാണ്, നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടാ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് ഞാനിതാ 1 ടീസ്പൂണും ഒരു ഇത്തിരിയോളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ബീഫുമിക്ക് നന്നായിട്ട് ആവേണ്ട പോലെ തന്നെ ഇളക്കി കൊടുത്തോളൂ. നോക്കിയേ ബീഫുമിക്ക് വെക്കിതാ മസാല നമ്മൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. അധികം ചാറൊന്നും വേണമെങ്കിൽ ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. തന്നെ വെള്ളം കുറച്ച് വരും കേട്ടോ ബീഫിലേക്ക്. അതല്ല കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പൊ ഞാനിതാ കുറച്ച് ചാറോടെയാണ് വെക്കണേ, അതിന് ഇത്തിരി നല്ലൊരു കുഴമ്പ് രീതിയിൽ. അപ്പൊ ഇതാ കുറച്ച് ചൂടുവെള്ളം ഇപ്പുറത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതിതാ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് 1 ഗ്ലാസിന്റെ അവിടേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇതിലിടാം. കറിവേപ്പിലക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കറിയില്. ഇനി നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുക്കറിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് 1 വിസില്, അത് കഴിഞ്ഞ് തീ കുറവിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബീഫ് വെന്ത് കിട്ടാറുണ്ട്. അപ്പൊ എല്ലാ ബീഫും ഇത്രയും വേവ് അല്ലെങ്കിൽ ഇത്രയും വിസിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. അപ്പൊ അതനുസരിച്ചത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമ്മുടെ കൊള്ളിപ്പൂട്ടും കൂടി റെഡിയാക്കി എടുക്കാൻ. നമ്മളുണ്ടല്ലോ കൊള്ളിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് 1/2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിലുണ്ടല്ലോ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വെള്ളം ആദ്യം വെറുതെ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ വെള്ളം കിട്ടും. ആ വെള്ളം പിഴിഞ്ഞ് കളയണം. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി കഴുകി നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടാ. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നോക്കി വെള്ളം വരുന്നുണ്ടാ. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ കളഞ്ഞിരിക്കണം കേട്ടാ. തീ
തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ആദ്യം ആ കൊള്ളിയിലത്തെ വെള്ളമാണ് നമ്മൾ ഇപ്പൊ പിഴിഞ്ഞ് കളയണേ. ഇതിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടി കഴുകി ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടാ. ഒരു വട്ടം തന്നെ പിഴിഞ്ഞപ്പോ നമ്മള് അതേപോലെ പോയി. ഇനി ഇത് ഞാൻ പറഞ്ഞു മറക്കരുത്, വീണ്ടും ഒന്ന് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴുകി ഇതേപോലെ തന്നെ പിഴിഞ്ഞ് എടുക്കണം. ഇനി ഞാൻ അതേപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടാ. നമ്മൾ നോക്കിയേ കണ്ട, 1-2 വട്ടമൊക്കെ കഴുകി ഇതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഒലർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കട്ടകളൊക്കെ കൈകൊണ്ട് തന്നെ ഉടയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ പിഴിയുമ്പോ അത്രയും ബലം കൊടുത്തിട്ടല്ലേ പിഴിയണേ. അപ്പൊ അതിങ്ങനെ കട്ട പോയിരിക്കും. അതൊക്കെ ഇങ്ങനെ ഉലർത്തി എടുക്കണം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഇതാ പുട്ടും കുമ്പം അത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ പുട്ടും കുമ്പത്തിലേക്ക് എപ്പോഴും വെള്ളം വെക്കുമ്പോ ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചു. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 3/4 പാത്രത്തോളം വെള്ളം ഒഴിക്കൂട്ടാ. കാരണം നമുക്ക് പുട്ടിന്റെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ പാത്രത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കണേ. ഇനിയിപ്പോ ഇതാ അതിൽ ആവി വരട്ടെ. ഇതാ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ആവി വന്നു തുടങ്ങിട്ടാ. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ കുറച്ച് നാളികേരൊക്കെ ഇട്ട് പിന്നെ വീണ്ടും നാളികേരിടുക, വീണ്ടും നമ്മുടെ കൊള്ളിയിടുക, വീണ്ടും അതിൻ്റെ മുകളിൽ നാളികേരിടുക. നമുക്കിത് മൂടി വെച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാന്. പുട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ വേവിക്കലോ ആ ഒരു വേവന മതിയിട്ടാ. അപ്പൊ നന്നായിട്ട് അളച്ചൊന്ന് കുറച്ച് നേരം ഒരു ആവി വന്നാൽ മതി, പുട്ട് റെഡി. ഇപ്പൊ ഇതാ നമ്മുടെ കൊള്ളിപ്പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് കുത്തി കൊടുക്കാം. എന്ത് രസമായിട്ടാ നോക്കിയേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളിപ്പുട്ടൊക്കെ വേവാൻ അധികം സമയം വേണ്ടാന്ന്. പക്ഷെ ഓരോ കൊള്ളിക്ക് ഓരോ വേവ് ഉണ്ട്. അതനുസരിച്ച് ചിലപ്പോൾ വേവ് കൂടാം. നമുക്കിപ്പോ നമ്മുടെ വീട്ടിലെ കൊള്ളിയായ കാരണം നമുക്കറിയാം അതിന്റെ വേവ് പെട്ടെന്ന് വേവണം, നല്ല കൊള്ളിയാണ്. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ ബാക്കി എല്ലാം ആക്കിയെടുക്കട്ടെ കേട്ടാ. നമ്മുടെ നോക്കിയേ ലാസ്റ്റത്തെ പുട്ട് റെഡിയായി. 3 കുമ്പം പുട്ടായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോക്കണേ. ഇതാ ഒപ്പം തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നോക്കിയേ, നമുക്ക് തുറന്നു നോക്കാം. കണ്ട എയറൊക്കെ പോയി കാണുമ്പോ തന്നെ നോക്കിയ ഭംഗി. ഇതേപോലെ കേട്ടാ കഴിക്കാനായാലും അങ്ങനെ അതേ നല്ല ടേസ്റ്റാണ്. നോക്കിയേ, നമുക്കൊന്ന് ഇളക്കി നോക്കട്ടെ. കണ്ട ഇതേപോലെ കേട്ടോ നല്ല എന്താ പറയാ, നല്ല കുഴമ്പനായിട്ടിരിക്കാന്ന് പറയില്ലേ, പുട്ടിലേക്കൊക്കെ ഈ ഒരു അളവ് മതിട്ടാ. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷേറിനെ വിളിക്കട്ടെ കേട്ടാ. പ്രത്യേക ടേസ്റ്റാട്ടാ കൊള്ളിപ്പൂട്ടിന്റെ കൂടെ ബീഫ് കറിയും കൂടി ഇങ്ങനെ മുകളിലിട്ട് കഴിക്കാനായിട്ട്. ഓ, കാണുമ്പോ തന്നെ നോക്കിയോ എന്താ അന്തസ്. ചൂടാണ്. അടിപൊളി സാധനാട്ടത്. അത്ര രസാ. കപ്പപ്പൂട്ട്, കൊള്ളിപ്പൂട്ട്, ഞങ്ങൾ കൊള്ളിപ്പൂട്ട് എന്ന് പറയാട്ടാ. ഭയങ്കര ചൂട്. അവിടെ ഊതുമ്പോ ഞാനും ഊതുന്നു. അതിന്റെ അടിപൊളിയല്ലേ, നല്ല രസം കേട്ടാ, ഭയങ്കര ടേസ്റ്റാ. അപ്പൊ എല്ലാവരും നോക്കിയോളാം. കൊള്ളിയാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സ്മിത കാട്ടിയമാതിരി തന്നെ ഇത്ര പെട്ടെന്ന് ആക്കാനും ഒക്കെ പറ്റുന്നത്. അത് വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ നമുക്കൊരു വെറൈറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക്. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായ അടിപൊളിയാ. ഏത് സമയത്തും കൊടുക്കാം, എത്ര വലിയ ഗസ്റ്റ് വന്നാലും കൊടുക്കട്ടത്. ഒക്കെ ഒരു വെറൈറ്റി ഇനി അത് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.